ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാന്റെ കളക്ഷനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ നിർത്തി. ഇനി നമ്മൾ ആ വാർത്തകളൊന്നും കൊടുക്കില്ല. കാരണം അവർ പുറത്തുവിട്ട കാര്യമാണ് 325 കോടി രൂപ അവർക്ക് മൊത്തത്തിൽ ബിസിനസ്സിലൂടെ, തിയേറ്ററിലും ബിസിനസ്സിലും കൂടെ അവർക്ക് 325 കോടി രൂപ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് അവർ പുറത്തുവിട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ സാമ്പത്തികമായിട്ട് തിയേറ്റർ വൈസ് ആണെങ്കിലും ബിസിനസ് വൈസ് ആണെങ്കിലും അത് നഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായി. ഇനി ഈ സിനിമ ഒരു നഷ്ടമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മലയാള സിനിമ എന്നുള്ള നിലയിൽ ഈ സിനിമ ഒരു വലിയ വിജയമായിരുന്നു. കാരണം ഈ സിനിമയുടെ ബഡ്ജറ്റ് നോക്കാതിരിക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഈ സിനിമയ്ക്ക് ലഭിച്ചു. അത് മാത്രമല്ല, ഓവർസീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ലഭിച്ച മലയാള സിനിമ എന്ന് പറയുന്നത് എമ്പുരാനാണെന്ന് നമുക്ക് അറിയാം. കേരളത്തിലും മിക്കവാറും ചിലപ്പം അഥവാ നഷ്ടപ്പെടേണ്ടി വന്നാലും 1-2 കോടി രൂപയ്ക്ക് താഴെ മാത്രമായിരിക്കും ചിലപ്പം എമ്പുരാന് ടോപ്പ് കളക്ഷൻ കേരളത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല, ഉറപ്പിച്ച് പറയുന്നില്ല. എന്നാൽ പോലും ഇതുപോലുള്ളൊരു സിനിമ ഇത്രയും ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു മലയാള സിനിമ മലയാളത്തിൽ വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരാളാണ് ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഈ സിനിമ മോശമാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മോശമാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ സാമ്പത്തികമായ നിലയിൽ മോശമാവാനുള്ള കാരണം പൃഥ്വിരാജാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിനിമയ്ക്ക് പൃഥ്വിരാജാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇത്രയും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോയത്. കാരണം പൃഥ്വിരാജ് നമുക്കൊരു ട്രെയിലർ റിവീലിംഗ് ചടങ്ങിൽ വെച്ചിട്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആന്റണി ചേട്ടനോട് പറയും ഹെലികോപ്റ്റർ 3 വേണമെന്ന് പറയുമ്പോൾ ആന്റണി ചേട്ടൻ ലാലേട്ടൻ പോയി പറയും, കുട്ടി 3 ഹെലികോപ്റ്ററൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പൃഥ്വിരാജിനെ വിളിച്ചിട്ട്, മോനെ 3 ഹെലികോപ്റ്റർ വേണോ, അതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം പൃഥ്വിരാജ് പറയും വേണം ചേട്ടാ എന്ന് പറയുമ്പോൾ മോഹൻലാൽ പറഞ്ഞാൽ കുട്ടിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കൂ എന്ന് മോഹൻലാൽ പറയും എന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, പ്രൊഡക്ഷനിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് പൃഥ്വിരാജ് ഈ സിനിമയെ മുമ്പോട്ട് കൊണ്ടുവന്നത്. അതിൽ പൃഥ്വിരാജ് വേറെ രീതിയിൽ കണ്ണു വെച്ചിരുന്നു. ഈ സിനിമ ഇത്ര പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടുപോയി 250 കോടി അല്ലെങ്കിൽ 200 സംതിങ് കോടി രൂപയ്ക്ക് ഈ സിനിമയുടെ ബഡ്ജറ്റ് കൊണ്ട് എത്തിച്ചാൽ പോലും ഈ സിനിമ ബഡ്ജറ്റ് കവറാവും, ഇതിന്റെ കളക്ഷൻ വൈസ് ഈ സിനിമ ലാഭത്തിലോട്ട് എത്തുമെന്ന് പൃഥ്വിരാജ് കണ്ണുവെച്ചൊരു മാർക്കറ്റ് ബോളിവുഡ് ആയിരുന്നു. പക്ഷെ അവിടെയാണ് ഈ പൃഥ്വിരാജ് പിഴച്ചത്. കാരണം പൃഥ്വിരാജ് ആദ്യത്തെ അരമണിക്കൂറോളം അല്ലെങ്കിൽ സിനിമയിൽ ഒരു 40% കൂടുതൽ ഒരു ഹിന്ദി ടച്ച് ഈ സിനിമയിൽ കൊണ്ടുവരാൻ പൃഥ്വിരാജ് മനഃപൂർവ്വമായി ശ്രമിച്ചിരുന്നു. കാരണം നമ്മുടെ ഇതിൽ പറയുമ്പോൾ പൃഥ്വിരാജിന്റെ ബാല്യകാലം കാണിക്കുന്ന ആ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ആ ഒരു രംഗങ്ങളുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറേ രംഗങ്ങൾ ഹിന്ദി ഈ സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ ഈ ലാംഗ്വേജ് വൈസ് ഹിന്ദി ഈ സിനിമയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ബോളിവുഡ് മാർക്കറ്റ് ലക്ഷ്യം വെച്ച് തന്നെയാണ് പൃഥ്വിരാജ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവിടെ ഈ സിനിമ പരാജയപ്പെട്ടു പോയി. ഇവർ പിടിക്കാൻ വെച്ചിരുന്ന ഇത്രത്തോളം അല്ല, അതിന്റെ 10% പോലും ബോളിവുഡിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഈ വിവാദങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഈ സിനിമ ഇത്രയും കോടി രൂപ കളക്ട് ചെയ്തു. കാരണം ഈ സിനിമ കാണാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ ചുരുക്കം നമുക്ക് പറയാം. മലയാള സിനിമയ്ക്ക് എത്രത്തോളം മാക്സിമം കളക്ഷൻ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം കളക്ഷൻ ഈ സിനിമയ്ക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമ പരാജയമാണെങ്കിൽ പോലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബഡ്ജറ്റ് തന്നെയാണ്. ഇത് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഇതിന്റെ ബഡ്ജറ്റ് തന്നെയാണ്. ആ ബഡ്ജറ്റ് കൊണ്ടെത്തിച്ചത് പൃഥ്വിരാജാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് മോഹൻലാലിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം പൃഥ്വിരാജ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലും മറ്റൊന്നും പോകാതെ ഒറിജിനലായിട്ട് കുറച്ച് ക്വാളിറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡയറക്ടറിന് വിദേശ രാജ്യങ്ങളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിന്റെ ഒറിജിനാലിറ്റി കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ കഴിവുള്ള സംവിധായകന്മാരുണ്ട്. പല സംവിധായകന്മാർ എന്തിന് ബസൂക്കയുടെ ഡയറക്ടർ തന്നെ, ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ സിനിമ ഒരു രാജ്യങ്ങളിലും പോയിട്ടില്ല. പക്ഷെ ആ സിനിമയുടെ ക്വാളിറ്റി അത്രത്തോളം മികച്ചിരുന്നു. അത് ഡയറക്ഷൻ ബ്രില്യൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഈ വിദേശ രാജ്യങ്ങളിൽ ഒറിജിനൽ ലൊക്കേഷനുകളിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് അത് ഡയറക്ടറിന്റെ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് മേക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഡയറക്ടറിന്റെ ഇതെന്ന് പറയുന്നത്, കഴിവെന്ന് പറയുന്നത്. അല്ലാതെ ഒറിജിനലായിട്ടുള്ള ലൊക്കേഷൻ ഷൂട്ട് ചെയ്തെടുക്കുന്നത് അതിന്റെ സിനിമാറ്റോഗ്രാഫറിന്റെ അതിന്റെ ക്യാമറമാന്റെയും കഴിവാണ്. അല്ലാതെ ഒരു ഡയറക്ടറിന്റെ കഴിവാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ സിനിമ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പൃഥ്വിരാജ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ എഴുത്തുകാരനായ മുരളി ഗോപിയാണ്. കാരണം മുരളി ഗോപിയുടെ എഴുത്ത് ഈ ലൂസിഫർ പോലെ ചടുലതയുള്ള ഒരു തിരക്കഥയല്ലായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം ലൂസിഫർ എന്ന് പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി തിരക്കഥയാണെങ്കിൽ ഇത് ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന തിരക്കഥയായിട്ടാണ് എനിക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടത്. പലർക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടത്. കാരണം പിന്നെ ഈ സിനിമ വിജയിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് വിവാദങ്ങളുണ്ടായി. പിന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അത് ഏറ്റവും ഇത് തന്നെയാണ്. കാരണം ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള സിനിമ തന്നെയാണ് എമ്പുരാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സിനിമ മലയാളത്തിൽ വന്നതിൽ നമുക്ക് അഭിമാനിക്കാമെങ്കിലും ഈ ബഡ്ജറ്റ് മാത്രം ഒന്ന് ചുരുക്കിയിരുന്നെങ്കിൽ
പിന്നെ തിരക്കഥയിലൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സിനിമ എത്തേണ്ട കളക്ഷൻ ഇതൊന്നും അല്ലായിരുന്നു. എങ്ങനെ പോയാലും ഇത് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും, ലൂസിഫർ പോലുള്ള ഒരു തിരക്കഥ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ക്വാളിറ്റിയുള്ള ഒരു തിരക്കഥ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് ബഡ്ജറ്റ് കുറച്ചിരുന്നെങ്കിൽ ഈ സിനിമ മലയാളം കണ്ട എക്കാലത്തെയും വലിയൊരു വിജയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം പൃഥ്വിരാജ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഈ സിനിമയിൽ ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രൊഡ്യൂസറിന്റെ ഒരു ഡയറക്ടറിന്റെ ഏറ്റവും കഴിവെന്ന് പറയുന്നത്. കാരണം പരമാവധി ബഡ്ജറ്റ് കുറച്ച് തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ടെക്നിക്കലി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് കുറയും. കാരണം വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ സെറ്റ് ഉണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള സെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, അത് നല്ലൊരു സിനിമാറ്റോഗ്രാഫറൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോവേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ബാഹുബലിയിൽ കണ്ടത് അതൊന്നും ഒറിജിനൽ ലൊക്കേഷനില്ല, അതൊക്കെ അവരുണ്ടാക്കിയെടുത്ത സെറ്റാണ്. ഇത്രയും കോടി രൂപ മുടക്കി അവിടെ പോകുന്ന പൈസയുടെ പകുതി മതി ഇവിടെ സെറ്റ് ഇടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാമായിരുന്നു. അപ്പം അത് തന്നെയാണ് എമ്പുരാന്റെ പരാജയ കാരണമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.